നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഉപ്പേരിയാണ്. ഉപ്പേരി വയ്ക്കാനായിട്ട് നമ്മൾ 2 മുള്ളങ്കി എടുത്തിട്ടുണ്ട്. മുള്ളങ്കി വളരെ നല്ലതാണ്, ചുവന്ന മുള്ളങ്കിയാണിത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്ക് പ്രഷർ കൂടുതലുള്ളവർക്കും ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. നമുക്കിത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, നമ്മളങ്ങനെ തന്നെ എടുക്കുകയാണ്. നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിക്കാം. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് 3 വെച്ചിങ്ങനെ എടുക്കാം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരളവിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്ക് ഈ ഒരളവിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ചെറുതല്ലേ, ഇങ്ങനെ മുറിച്ചെടുക്കാൻ നോക്കണ്ടേ. ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 2 നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്, നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ കൊത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വേണ്ട നമുക്ക്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ എല്ലാവരും. അടിപൊളി ടേസ്റ്റാണിത്. മുള്ളങ്കി നമുക്ക് പരിപ്പിലിട്ട് വയ്ക്കാം. തക്കാളിയും പരിപ്പും മുള്ളങ്കിയും കൂടെ നമുക്ക് വെച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണത്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഒരുവിധം നന്നായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഏകണ്ട കൂടുതൽ തരിയായ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി മുള്ളങ്കി ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് ഈ ഉള്ളിത്തണ്ടും കൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞെടുക്കാം. ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് മേടിക്കണമെങ്കിൽ മേടിച്ചെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുളക് ചേർക്കുമ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന മാതിരി ഒരുപാട് ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് എത്ര എരിവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ തന്നെ ചേർത്താൽ മതി. നമ്മുടെ മുള്ളങ്കി ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.